GST പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു അഡ്വൈസറിയാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ 38/2023 പ്രകാരം. ശരിക്കും പറഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ആ ടാക്സ് പെയർ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് GST പോർട്ടലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ GST റിട്ടേൺ ഫയലിംഗ് GST-1 ആവട്ടെ, IFF ആവട്ടെ, അല്ലെങ്കിൽ GST-3B ആവട്ടെ റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ സാധിക്കും. ഈ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ നിയമം പ്രാബല്യത്തിൽ വരുവാണ് 1 സെപ്റ്റംബർ 2024 തൊട്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ നിങ്ങളുടെ GST റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് GST പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഓഗസ്റ്റ് മാസത്തെ GST റിട്ടേൺ ഫയലിംഗ് ഓഗസ്റ്റ് 2024 തൊട്ടുള്ള GST റിട്ടേൺ ഫയലിംഗ് GST-1, IFF അല്ലെങ്കിൽ GST-3B റിട്ടേൺ ഫയലിംഗ് സാധ്യമാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ GST പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ റിട്ടേൺ ഫയലിംഗ് തടസ്സപ്പെടും. ഓൾറെഡി GST പോർട്ടലിലേക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ട് അത് പെൻഡിങ് നിൽക്കുന്നുണ്ടാവും, വാലിഡേഷൻ കറക്റ്റ് ആവാതെ പെൻഡിങ് നിൽക്കുന്നുണ്ടാവാം. ഇതുവരെയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാത്തവരുണ്ടാവാം. അതെങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ GST പോർട്ടലിലേക്ക് കയറുക. ലോഗിൻ ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേരിന് മുകളിൽ ഇവിടെ മൈ പ്രൊഫൈൽ കാണാം. മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും താഴെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു എത്ര ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ടൈപ്പ്, അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ സ്റ്റാറ്റസ് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഇവിടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെന്ന് എൻഷുർ ചെയ്യുക. ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് റീവാലിഡേറ്റ് ചെയ്യണമെങ്കിൽ റീവാലിഡേറ്റ് ചെയ്യുക. ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സർവീസസിൽ ചെല്ലുക. സർവീസസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർ ഫീൽഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോട്ടൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണും. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് എന്നുള്ളത് നിങ്ങൾ 0 ആണെന്നുള്ള അവിടെ 1 ആയി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ആഡ് ന്യൂ കൊടുക്കുക. ആഡ് ന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, IFSC കോഡ്, മറ്റേ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാനുള്ള ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ടാവും. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പിന്നെ പാസ്ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ലീഫ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ സ്കാൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്തെല്ലാം ആഡ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ വെരിഫിക്കേഷൻ കാണാം. ഈ വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓതറൈസ് സിഗ്നേറ്ററി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് വെരിഫിക്കേഷൻ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം.